പാളയം മാർക്കറ്റിൽ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി കോർപ്പറേഷന്റെ നടപടി. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ജീവനക്കാർ കെട്ടിടം പൊളിക്കുന്നത്. പ്രതിഷേധവുമായി കച്ചവടക്കാർ രംഗത്തെത്തി. അവിടെ നിന്നും ആഷിഖ് റഹ്മാൻ ചേരുന്നുണ്ട്. ആഷിഖ്, ഇത് നേരത്തെ അറിയിച്ചൊരു പൊളിച്ചുമാറ്റൽ നടപടിയായിരുന്നോ? അത് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നോ? അതോ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നോ? എന്താണ് അവിടുത്തെ സാഹചര്യം? സോന, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇവിടെ കെട്ടിടം പൊളിക്കൽ നടപടി ആരംഭിച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്ന് വീണ്ടും ഈ പൊളിക്കൽ നടപടിയുമായി എത്തിയിരിക്കുകയാണ്. ഇവിടെ അനധികൃത നിർമ്മാണമുണ്ട് എന്നുള്ളതാണ് കോർപ്പറേഷന്റെ വാദം. അത് കഴിഞ്ഞ ആഴ്ച 1-2 കടകൾ പൊളിച്ചിരുന്നു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ടാണ് ഇവിടെ പൊളിക്കുന്നത്. നമുക്കറിയുന്ന പോലെ പാളയ നവീകരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ പാളയത്തുള്ള കച്ചവടക്കാരെല്ലാം ഈ മറുവശത്തേക്ക് ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ഇവിടെ കച്ചവടത്തിനായി അനുവദിച്ചാണ്. പക്ഷേ ഇവിടെ അവർക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത കെട്ടിടത്തിന് മുമ്പിലേക്കായി എത്തത്തിൽ അനധികൃതമായി നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് കാണാവുന്ന പോലെ ഈ JCB ഉപയോഗിച്ചപ്പോൾ ഈ കെട്ടിടങ്ങൾ പൊളിക്കുകയാണ്. ഇവിടെ ഈ നിർമ്മിച്ച ഇത് കെട്ടിടം അനധികൃതമാണ് എന്നുള്ളതാണ്, ദൃശ്യങ്ങൾ കാണുന്ന കെട്ടിടം അനധികൃതമാണ് എന്നുള്ളതാണ് ആ കോർപ്പറേഷന്റെ വാദം. ഇത് പൊളിച്ചു കളയാനാണ് ഇവിടേക്ക് ഇപ്പോൾ കോർപ്പറേഷൻ പോലീസിന്റെ സാന്നിധ്യത്തിൽ എത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനം ഈ ഇവിടുത്തെ കച്ചവടക്കാർ പറയുന്നത് തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പ് ലഭിച്ചില്ല, നോട്ടീസ് നൽകാതെയാണ് ഈ ഒരു നടപടിയിലേക്ക് കടന്നത് എന്നുള്ളതാണ്. കാരണം ഇവിടെ കാലങ്ങളായി തങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യുന്നവരാണ്. ഈ സ്മാർട്ട് സിറ്റിയും കോർപ്പറേഷനുമാണ് തങ്ങളെ ഇവിടേക്ക് താമസിക്കാൻ അനുവദിച്ചു. പക്ഷേ ഇപ്പോൾ തങ്ങളെ ഈ കോർപ്പറേഷൻ തന്നെ നേരിട്ട് ഒഴിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുമ്പോൾ ഇവിടെ അല്പസമയം വരെ ഒരു ചായക്കട പ്രവർത്തിച്ചിരുന്നു. ആ ചായക്കടയിൽ ഉള്ള സാധനങ്ങളടക്കം നിലവിൽ അവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആ കടയടക്കം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കടയാണ് അല്പസമയം വരെ ഒഴിപ്പിച്ചത്. ഈ സ്ഥലത്ത് ഒരു കോഴിക്കടയായിരുന്നു. കോഴിക്കടയുടെ സാധനങ്ങളെല്ലാം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ വന്ന് ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റിയ ശേഷം ഇതിന്റെ മുകൾ ഭാഗം കൂടി പൊളിച്ചു മാറ്റാനാണ് നിലവിൽ തീരുമാനമായിട്ടുള്ളത്. നമുക്ക് മുമ്പിൽ കാണുന്ന ഈ കെട്ടിടം അനധികൃതമല്ല, പക്ഷേ ഇതിനോട് ചേർന്ന് ഉണ്ടാക്കിയ ഈ ഒരു ഭാഗമാണ് അനധികൃതമായി നിർമ്മിച്ചതെന്ന് പോലീസ് അറിയിക്കുന്നു, കോർപ്പറേഷനും അറിയിക്കുന്നു. ആ ഭാഗം പൊളിച്ചു കളയും എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ആഴ്ച തുടങ്ങിയ നടപടിയാണ്. കഴിഞ്ഞ ആഴ്ച 2 കടകളോളം പൊളിച്ചു കളഞ്ഞിരുന്നു. അതിലും ഈ കോഴിക്കടകൾ പോലുള്ള കടകൾ ഉണ്ടായിരുന്നു. ഇന്ന് വീണ്ടും തിരുവനന്തപുരം പാളയം മാർക്കറ്റിൽ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി കോർപ്പറേഷൻ നടപടി അതിവിടെ തുടരുകയാണ്. ആഷിഖ് റഹ്മാനാണ് അവിടെ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.